കേരളത്തിലെ കോൺഗ്രസ്സിൽ വി.ഡി. സതീശനെതിരെ വലിയൊരു പട നയിക്കാനുള്ള ആളുകളുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ യൂട്യൂബ് നൽകുന്ന ഒരു സൗകര്യം നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അത് മെമ്പർഷിപ്പാണ്. ആ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് 179 രൂപ മുതലാണ് ആ മെമ്പർഷിപ്പുകൾ തുടങ്ങുന്നത്. പക്ഷേ അതിന് പല ലെവലുകളുണ്ട്. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള മെമ്പർഷിപ്പുകൾ എടുത്താൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കാരണം നിങ്ങൾ ഈ വീഡിയോകൾ കാണുകയും ഈ വീഡിയോകൾക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും വേണം. ആ അഭിപ്രായങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെല്ലാം മറുപടി പറയുന്ന ഒരു വീഡിയോ കൂടി ആഴ്ചകളിലൊന്നോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ നമ്മൾ എടുക്കാനുള്ള പ്ലാനുകളുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ ഞാൻ 2 വീഡിയോകളിൽ മാത്രമേ ആളുകളോട് പറഞ്ഞിരുന്നുള്ളൂ. അത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ആ 2 വീഡിയോകൾ പറഞ്ഞത് തന്നെ വളരെ കുറച്ച് പേർ കണ്ട ആ വീഡിയോകളിൽ പോലും നിരവധി ആളുകൾ ആ മെമ്പർഷിപ്പുകൾ എടുത്തിരുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ മെമ്പർഷിപ്പുകൾ എടുത്തവർക്കും എടുക്കാത്തവർക്കും ഒക്കെ നന്ദി. തീർച്ചയായും നിങ്ങൾ വീഡിയോ കാണുന്നത് തുടരുക. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ടോപ്പിക്കിൽ ഈ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞ പോലെ വി.ഡി. സതീശനെതിരെ വലിയൊരു പടപ്പുറപ്പാട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം നിഷാദ് റാവുത്തറും അതുപോലെ തന്നെ മീഡിയ വണ്ണുമൊക്കെ നിന്ന് അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ കെ.സി. വേണുഗോപാലിനെതിരെ തടുത്തുവിട്ടു എന്നുള്ളത് നമുക്കറിയാം. അതായത് ഈ പറയുന്ന പോലെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് റാഞ്ചരുത് എന്നാണ് അവർ ഭഗ്യന്തരേണ പറഞ്ഞു വെച്ചത്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം റാഞ്ചാൻ വേണ്ടി കെ.സി. വരണ്ട എന്നുള്ളതാണ്. ആ ചർച്ച പോലും കൃത്യമായിട്ട് ഒരു അജണ്ടയുടെ ഭാഗമായിട്ടായിരുന്നു. അതൊരു PR വർക്കായിരുന്നു എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ എൻ്റെ പ്രേക്ഷകരോട് പറയട്ടെ. നിങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നും, ചാനലുകളൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന്. ചാനലുകളൊക്കെ ചെയ്യും. കാരണം അവർ അല്ലെങ്കിൽ തന്നെ UDFൻ്റെ പ്രചരണത്തിൻ്റെ കുന്തമുന ഇത്തവണ സി ദാവൂദും അതുപോലെ തന്നെ മീഡിയ വണ്ണുമൊക്കെയാണ് നിർവഹിച്ചത് എന്ന് നിങ്ങളറിയണം. അവരുടെ ഏറ്റവും വലിയ ഇഷ്ട നേതാവ് എന്ന് പറയുന്നത് വി.ഡി. സതീശനാണ്. കാരണം വി.ഡി. സതീശനാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറയുന്ന ഒരു വാദം ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ അത് കേട്ട് സി ദാവീദ് പോലും ഞെട്ടിപ്പോയി. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നുമൊക്കെ ഞെട്ടിപ്പോയി. അവർക്കൊന്നും അത്തരത്തിലുള്ള വാദങ്ങളില്ല. പക്ഷേ പുറമെ തന്ത്രപരമായി ഇതൊക്കെ പറയാൻ വേണ്ടി അവർ വി.ഡി. സതീശനെ ഏൽപ്പിച്ചു. കാരണം അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് നിലമ്പൂരിൽ അവർ പിന്തുണ കൊടുത്തത്. അപ്പോൾ ആ പിന്തുണ പിന്നീട് നമുക്കറിയാം ഈ പറയുന്ന കേരളം മുഴുവൻ വ്യാപിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായത്. ഡിസ്ഗൈസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ ഇവരുടെ പേരിലല്ലാതെയും ഒക്കെ ചില സ്ഥാനാർത്ഥികൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ ആളുകൾ വേറെ പല പേരുകളിലും നമ്പറുകളിലും ഒക്കെ ആയിട്ട് മത്സരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് അറിയാം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവർ കെ.സി. വേണുഗോപാൽ ഇതെങ്ങാൻ റാഞ്ചി എടുക്കുമോ എന്നുള്ളതിന് തടയിടാൻ തീരുമാനിച്ചുകൊണ്ട് ഒരു വലിയ ചർച്ച നടത്തി. ആ ചർച്ചയിലെ ചില പരാമർശങ്ങളൊക്കെ തന്നെ അതിരുവിട്ട് പോയപ്പോൾ കെ.സി. ഗ്രൂപ്പിലെ ആളുകൾക്കൊക്കെ ഇത് കൃത്യമായിട്ട് മനസ്സിലായി. മാത്യു കുഴൽനാടൻ മുതൽ റോജി ജോൺ മുതൽ കെ. സുധാകരൻ വരെയുള്ള ആളുകൾ അതിന് മറുപടിയുമായിട്ട് എഴുന്നേറ്റു. കൂടാതെ പഴകുളം മധുവും അരിത ബാബുവും ഒക്കെ മറുപടിയായിട്ട് വന്നു. അപ്പോൾ ആ മറുപടിയായിട്ട് വന്നു എന്നുള്ളത് മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ കഴിഞ്ഞ തവണ വി.ഡി. സതീശൻ നിരവധി നിലപാടുകളിലൂടെ നിരവധി ആളുകളെ വലിയ ബുദ്ധിമുട്ടിലാക്കി എന്നുള്ളത് നമുക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് കെ. സുധാകരനാണ്. കെ. സുധാകരൻ 2 ആഴ്ച മുമ്പ് പറഞ്ഞിരുന്നത് നമ്മുടെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം നിലപാട് മാറ്റി. കാരണം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ സാധ്യതകളില്ല, പിന്തുണക്കണമെങ്കിൽ അത് കെ.സിയെ പിന്തുണക്കണം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം ദീർഘദർശിയായിട്ടുള്ള കെ.സി. ഭരണം എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് M.K. രാഘവൻ കൂടി വന്ന് അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ ചൊരിഞ്ഞേക്കാണ്. ആ നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ എന്ന് പറയുന്നത് MP-മാരെ മത്സരിപ്പിക്കണ്ട എന്ന് പറയുന്ന തീരുമാനമെടുത്തത് ഹൈക്കമാൻഡിൻ്റെ തലയിലേക്ക് നിങ്ങളാരും ഇടണ്ട, പകരം ആ തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 4 or 5 സീറ്റുകൾക്കാണ് കോൺഗ്രസ് ഇവിടെ തോൽക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒക്കെ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ ഒരു 74 സീറ്റുകളാണ് 75 സീറ്റുകളാണ് LDFന് കിട്ടുന്നത്, ഒരു 65 സീറ്റുകളാണ് UDFന് കിട്ടുന്നതെങ്കിൽ ആ തോൽവിയുടെ വലിയ ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ വി.ഡി. സതീശൻ ഏറ്റെടുക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പാണ് ഇന്ന് M.K. രാഘവൻ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് M.K. രാഘവൻ പറയുന്നത് MP-മാരായിട്ടുള്ള ആളുകൾ ഇവിടെ മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ അത് ആഗ്രഹം അധികാരമോഹത്തോടുള്ള അത്യാർത്തി കൊണ്ടല്ല, പകരം ഇവിടെ പ്രകടിപ്പിച്ചത്
തോക്കുന്ന സീറ്റുകളിൽ ഞങ്ങൾ പോയി മത്സരിക്കാമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ സീറ്റ് കിട്ടിയാൽ നല്ലത്, ഒരു MLA ആകും, ഇല്ലെന്നുണ്ടെങ്കിൽ MP ആയി തുടരാം, അപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ല, കൂടാതെ വിജയസാധ്യതയും വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വളരെ സതുദ്ദേശപരമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഞങ്ങൾ എല്ലാവരും തന്നെ മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ നിർദ്ദേശത്തെ തടഞ്ഞത് ഒരിക്കലും ഹൈക്കമാൻഡ് അല്ല, ഇവിടെ നിന്നുള്ള ആളുകൾ. അതായത് പ്രത്യേകിച്ച് VD സതീശനെതിരെ തന്നെ അദ്ദേഹം കൈ ചൂണ്ടുന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹം VD സതീശനെ പോലെയുള്ള ആളുകൾ തന്നെ കടുംപിടുത്തം പിടിച്ചതുകൊണ്ട് അതിനോട് വഴങ്ങിക്കൊടുക്കുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പോലെയുള്ള ഹൈക്കമാൻഡ് ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഹൈക്കമാൻഡിൻ്റെ തലയിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും ഈ MP മാർ മത്സരിക്കാത്തതിൻ്റെ കാര്യം ഇടണ്ട എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. കൂടാതെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന കൊച്ചി എറണാകുളത്തിൻ്റെ DCC പ്രസിഡന്റ്, അദ്ദേഹം ആരാണ്? ഈ പറയുന്ന പോലെ എറണാകുളം ജില്ലയിൽ നിന്ന് വേണം ഒരു മുഖ്യമന്ത്രി എന്ന് പറയാൻ അദ്ദേഹം ആരാണ്? ഇത്തരത്തിലുള്ള ഒരു വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് തന്നെ നിങ്ങളല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് VD സതീശനെതിരെയുള്ള വളരെ ശക്തവും കൃത്യവുമായിട്ടുള്ള ആരോപണങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ MK രാഘവൻ ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ, MK രാഘവൻ എന്ന് പറയുന്നത് നമുക്കറിയാം, രാഘവേട്ടൻ എന്ന് പറയുന്ന ഒരാൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ജയിച്ചു പോകുന്ന ഒരാളാണ്, വളരെ വലിയ തോതിൽ ജനസമ്മതനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾക്കെല്ലാം അറിയാം, അദ്ദേഹത്തെ ഒരു കാരണവശാലും സംഘടനാ തലത്തിൽ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള അംഗീകാരവും നൽകാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കുകയും സംഘടനാ തലത്തിലുള്ള ഈ പറയുന്ന ചർച്ചകളിലൊന്നും പങ്കെടുപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന വിമർശനങ്ങളും പരിഭവങ്ങളും ഒക്കെ തന്നെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ തന്നെയുണ്ട്. ഇത് തന്നെയാണ് കേരളത്തിൽ ഏതാണ്ട് 20ഓളം വരുന്ന MP മാരിൽ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ ഈ സ്ഥിതി. അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും വലിയ പ്രശ്നം, ജയിച്ചാൽ വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നമുണ്ടാകും, അത് KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് വന്നേക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇതല്ലെന്നുണ്ടെങ്കിൽ KC വേണുഗോപാൽ പറഞ്ഞാൽ മതി, എന്നെ വെച്ചുകൊണ്ട് നിങ്ങളാരും പറയണ്ട, ഞാൻ മുഖ്യമന്ത്രി മത്സരാർത്ഥിയല്ല, ഞാൻ ആ സ്ഥാനത്തേക്കില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ ഇത് തീരും. അതുപോലെ തന്നെ മറ്റാളുകളൊക്കെ പറഞ്ഞാൽ ഇത് തീരും. പക്ഷെ അവരൊന്നും അങ്ങനെ പറയാൻ തയ്യാറല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ കോൺഗ്രസിനകത്ത് നിന്ന് രാഷ്ട്രീയം വളരെ അടുത്ത് നിന്ന് ക്ലോസായി വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് മുഴുവൻ അറിയാം, ഇത് ഒരു കാരണവശാലും ഇത് ആരുടെയെങ്കിലും അനുമതിയില്ലാതെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി ആരും തന്നെ രംഗത്തേക്ക് വരില്ല. അവർ സ്വമേധയാ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് തോന്നി രംഗത്തേക്ക് വരില്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് കൃത്യമായി വിരൽ ചൂണ്ടുന്നത് VD സതീശൻ്റെ നേരെയാണ്. അതായത് ജയിച്ചാലും തോറ്റാലും സതീശനെ കാത്തിരിക്കുന്നത് വലിയ അഗ്നിപരീക്ഷകളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തോൽവി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും തന്നെ VD സതീശൻ്റെ മുകളിലായിരിക്കും എന്നുള്ളതാണ്. വലിയ നിസ്സാരമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ടാൽ. കാരണം MP മാരൊക്കെ മത്സരിച്ച് വലിയ തോതിലുള്ള ഒരു ഈ പറയുന്ന വലിയ തോതിലുള്ള ഒരു വിജയമുണ്ടാക്കുമായിരുന്ന സ്ഥലത്ത് അത് കൈവിട്ട് കളഞ്ഞത് ഇവിടുത്തെ ചില നേതാക്കളുടെ പിടിവാശിയാണെന്നാണ്. KCക്ക് വരാൻ വളരെ എളുപ്പമാണ് എന്നുള്ളത് കൂടി നിങ്ങൾ തിരിച്ചറിയണം. കാരണം ഇരിക്കൂറിൽ നിന്നുള്ള സജീവ് ജോസഫ് അദ്ദേഹത്തിന് വേണ്ടി ഏത് സമയത്തും രാജിവെക്കാൻ തയ്യാറാണ്. അങ്ങനെ രാജിവെച്ച് അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ച ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇരിക്കൂർ അത്ര വലിയ കോൺഗ്രസ് മണ്ഡലമാണ്. കണ്ണൂരുള്ളൊരു കോട്ടയമാണ് യഥാർത്ഥത്തിൽ ഇരിക്കൂർ എന്ന് പറയുന്നത്. KC ജോസഫൊക്കെ മത്സരിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. പിന്നെ നമുക്കറിയാം അദ്ദേഹം ഇവിടെ 2 ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി വരും എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് ജയിച്ചാൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുകയും 2 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് സാധ്യതകളുമുണ്ട്. അതല്ല ഈ പറയുന്ന തോറ്റാൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അടി തുടരും എന്ന കാര്യം.